നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ. പത്തനാപുരത്ത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. ലഹരി വിൽപ്പന തടയൽ കേസ്. ഒരാളെ കരുതൽ തടങ്കലിലാക്കി. കൊല്ലം വടക്കേവിള കുന്തലത്താഴം സ്വദേശി ശരത് മോഹനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. പത്തനാപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പട്ടാജിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ തനിക്ക് മനസ്സിലാകുന്നത് ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയൊരു തരംഗം സംസ്ഥാനത്തുണ്ടെന്നാണ്. മണ്ഡലത്തിൽ തോറ്റിട്ടും കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഞങ്ങളിൽ ഒരാളായി ജ്യോതികുമാർ ചാമക്കാല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും പാർട്ടിക്കും അപ്പുറം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. I've traveled the entire state. There is a huge wave against the Chief Minister and the LDF government, and the last 10 years are a lost decade for Kerala. ഞാൻ ഈ സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്തയാളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായി ഇവിടുത്തെ സർക്കാരിനെതിരായി വലിയൊരു തരംഗം ഈ സംസ്ഥാനത്തുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമായിരുന്നു. The Chief Minister is every day criticizing Rahul Gandhi ji to please the Prime Minister, Mr. Narendra Modi. That is all the CM is doing. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയാണ്. ഈ അധിക്ഷേപം നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP and NDA have an open understanding with the left front and the Chief Minister. At any cost, they both want to stop the Congress and UDF to become a government in Kerala. ഇവിടെ സംസ്ഥാനത്ത് NDAയും അതിന്റെ ഘടകകക്ഷികളും ചേർന്ന് ഇടതുപക്ഷവുമായി ഒരു വലിയ ബാന്ധവമുണ്ട്. ഈ ബാന്ധവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഇത്തരത്തിൽ NDAയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു മാത്യു, K. അനിൽ, CR നജീബ്, M. തങ്കച്ചൻ, ഹരി പട്ടാജി, ഷേഖ് പരീദ്, യദുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായം വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതാണ് പദ്ധതി. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിൽ 5 വ്യാപാരികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം കൈമാറി. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി വ്യാപാരികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം കൈമാറിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് സ്നേഹസ്പർശം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. കുളത്തൂപ്പുഴയിൽ നടന്ന പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് വർഗീസ് പുളിന്തിട്ട സ്വാഗതം പറഞ്ഞു. A. ഷാനവാസ്, S. കബീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സൈനബ ബീവി, സാബു എബ്രഹാം, ഇടമുളയ്ക്കൽ K. ഗോപാലകൃഷ്ണൻ, SL ടോം, ഷബീന അൻവർ, AS നിസാം, S. നൌഷറുദ്ദീൻ, രാജീവ് കരിക്കോട്, R. വിജയൻപിള്ള, ബാവിസ് വിജയൻ, A. ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 കുടുംബങ്ങൾക്കാണ് 10 ലക്ഷം രൂപ വീതം കൈമാറിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ സംഘടനാ ചരിത്രത്തിൽ, അതിന്റെ പ്രവർത്തന ചരിത്രത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്ലാഘനീയമായ മഹനീയമായ പദ്ധതികളിലൊന്നാണ് സ്നേഹസ്പർശം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്വാസ സഹായ നിധി.
എത്രമാത്രം അതിനെ പ്രശംസിച്ചാലും അനുമോദിച്ചാലും മതിയാകില്ല. കാരണം വ്യാപാരി വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മരണപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ്. 23 നവംബർ മാസം 1-ാം തീയതി ആരംഭിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 29 മാസം ഇന്ന് തികയുകയാണ്. ഈ 29 മാസമായി നമ്മെ വിട്ടുപിരിഞ്ഞത് ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരിൽ 134 പേരാണ്. നമ്മുടെ പദ്ധതിയുടെ ആവിഷ്കാരത്തോടു കൂടി തന്നെ നമ്മൾ സൂചിപ്പിച്ചത് ഒരു മരണനിരക്ക് സാധാരണഗതിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മാസം 5 മരണം എന്നുള്ള നിലയ്ക്ക് ആ 5 മരണങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങളിലെ ആ കുടുംബാംഗങ്ങൾക്ക് നൽകുവാനുള്ള ഒരു വിഹിതം എന്നുള്ള നിലയിൽ ഒരു മാസം 50 ലക്ഷം രൂപ നമ്മൾ വിതരണം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുന്നതിന് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഒരു 100 രൂപ വീതം സംഭാവന നൽകണം. അപ്പോൾ 5 മരണങ്ങൾക്ക് നൽകുമ്പോൾ 500 രൂപ വീതം ഒരു മാസം നൽകേണ്ടതുണ്ട്. ആ 500 രൂപ നമ്മൾ നൽകുമ്പോൾ നമ്മളതിനെ ഏറ്റവും ചെറിയ കണക്കായി പറഞ്ഞ ഒരു ദിവസം നമ്മളിന്ന് ചിലവാകുന്ന ഒരു 20 രൂപയിൽ താഴെയാണ്. ആ 20 രൂപയിൽ താഴെയുള്ള തുക നമ്മൾ ചിലവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ആ സംഭാവനയായി നൽകിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പത്തനാപുരം മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള തലവൂർ പഞ്ചായത്തിൽ വോട്ട് തേടി. കഴിയുന്നത്ര ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി. പത്തനാപുരം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ പിള്ളയുടെ പര്യടനം പുരോഗമിക്കുന്നു. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കാല മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. വടകോട്, നടുത്തേരി, പിടവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. ജനങ്ങളെയും പൗരപ്രമുഖരെയും നേരിട്ട് കണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP നേതാക്കളായ ഗിരീഷ് ഇളമ്പൽ, അനീഷ്, സുഭാഷ് ചന്ദ്രൻ, നിതീഷ് സാമ്പൻ, ദിൽജു P. മോഹൻ, പുഷ്പാങ്കദൻ പിള്ള, സഞ്ജു രവീന്ദ്രൻ, രാജ്മോഹൻ പിള്ള, വാർഡംഗങ്ങളായ ഗൗരി, വിജയകുമാർ, രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. പെരിനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പെരിനാട് നൽകിയ സ്വീകരണത്തിൽ ഫൈസൽ കുളപ്പാടം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. സമയത്തുള്ള കെട്ടിട നികുതിയും ഇന്നത്തെ കെട്ടിട നികുതിയും തമ്മിൽ ഒരു താരതമ്യ പഠനത്തിന് ഏതെങ്കിലും സഖാക്കന്മാർ തയ്യാറുണ്ടോ? അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 50% കുറയ്ക്കേണ്ടി വന്നു. വലിയ ഡിസ്കൗണ്ടാ. 100 കൂട്ടിയിട്ട് 50 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പകുതി പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തി നിന്നു. ഭൂനികുതി ഇവർ കൂട്ടിയില്ലേ? ബസ് ചാർജ് ഇവർ കൂട്ടിയില്ലേ? എണ്ണവില ഇവർ കൂട്ടിയില്ലേ? എണ്ണവില കേരളത്തിൽ മാത്രം കൂട്ടി മുന്നോട്ട് പോയി. കാര്യം നികുതി കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനായി പെടാപ്പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരുടെ തലയിലേക്കാണ് ഈ ഭാരം അവർ വരുത്തി വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ എന്തിന്റെ പേരിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% ഞാൻ പ്രവർത്തിച്ചത്. കേരള നിയമസഭയിലെ 15ാം കേരള നിയമസഭയിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് കുണ്ടറയുടെ MLA ആയിരുന്നു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ അടിയന്തര പ്രമേയങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ ബാധിക്കുന്നതായിരുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ നിയമസഭയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിരവധി തവണ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായി. MLA ഫണ്ടിന്റെ വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 11 MLA മാരാണുള്ളത്.
ഞാൻ നിങ്ങളോട് പറയുന്നു, വിനയത്തോടുകൂടി പറയുന്നു, കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ MLA ഫണ്ടിന്റെ വിനിയോഗത്തിൽ കുണ്ട്ര MLA 1ാം സ്ഥാനത്താണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ലഹരി വിൽപ്പന തടയൽ കേസിൽ ഒരാളെ കരുതൽ തടങ്കലിലാക്കി. കൊല്ലം വടക്കേവിള പുന്തലത്താഴം സ്വദേശി ശരത് മോഹനെയാണ് അറസ്റ്റ് ചെയ്തത്. NDPS ആക്ട് പ്രകാരം ഒരാളെ കരുതൽ തടങ്കലിലാക്കി. വടക്കേവിള പുന്തലത്താഴം ചരുവിള വീട്ടിൽ 30-കാരനായ ശരത് മോഹനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കൊല്ലം ACPയുടെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാർ, CPO പ്രവീൺ ചന്ദ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം സ്റ്റേഷനിലും കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലുമായി MDMA വിൽപ്പന നടത്തിയതുമായി നിരവധി കേസ് ഇയാളുടെ പേരിലുണ്ട്. ഇതേ തുടർന്നാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കിയത്. കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിശുമരണ നിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശം കേരളമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗത്ത് രാജ്യത്ത് മികച്ച നേട്ടമുണ്ടാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് കുന്നിക്കോട് ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വന്ന ഇവിടെ സതീശൻ പ്രസംഗിച്ചിട്ട് ഇവിടെ കടമാണ് കടമാണ് കടമാണ്, സംശയിക്കേണ്ട, കടം തരുന്നുണ്ട് ആൾക്കാർ. എന്താ ഇവിടെ കടം തരുന്നത്? കടം തന്ന കാശ് കക്കൂല എന്ന ഉറപ്പ് കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് കടം തരുന്നത്. ആ കടം വാങ്ങിയ കാശ് കൃത്യമായി ഇവിടെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. ആരും പോക്കറ്റ് ഇട്ട് പോയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പോയി നോക്കിയാൽ മതി. ആശുപത്രി 20 കോടി, 44 ആശുപത്രി ഉണ്ട്. ഒരു താലൂക്ക് ആശുപത്രിയാ. താലൂക്ക് ആശുപത്രി കണ്ടാൽ നമ്മുടെ കോൺഗ്രസിന്റെ കാലത്തെ മെഡിക്കൽ കോളേജിനേക്കാൾ വലുപ്പമുള്ള താലൂക്ക് ആശുപത്രി. ഞാൻ ആ താലൂക്ക് ആശുപത്രി ഉള്ളിലേക്ക് ഒന്ന് കയറി. താലൂക്ക് ആശുപത്രി ഇങ്ങനെ നിരയായിട്ട് നല്ല 1ാം തരം ഇതുണ്ടാക്കി വെച്ചിരിക്കുക ഫാർമസി. ആ താലൂക്ക് ആശുപത്രിയിൽ നല്ല ഫാർമസി, നല്ല ലാബറട്ടറി. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആശുപത്രിയിൽ ലാബുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ മരുന്ന് കൊടുക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ വിദഗ്ധ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അജിത സുരേഷ് സ്വാഗതം പറഞ്ഞു. വനിതാ കോൺഗ്രസ് B സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു റഹീം, സുനിത രാജേഷ്, സുലോചന, രമാദേവി, സുനി സുരേഷ്, ശ്രീജ അജികുമാർ, താര സജികുമാർ, അമ്പിളി ശിവപ്രസാദ, ശിഫ നൌഷാദ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു VM, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജി അനിമോൻ, CPM ജില്ലാ സെക്രട്ടറി യസുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, GR രാജീവൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് B. അജയകുമാർ, N. ജഗദീശൻ, ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം, H. നജീബ് മുഹമ്മദ്, M. നൌഷാദ്, ജിയാസുദ്ദീൻ, VR ബീന, സുനു രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ആലഞ്ചേരിയിൽ വർക്ക്ഷോപ്പിൽ മോഷണം. ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിന് സമീപമുള്ള ജോബിൻ 2-വീലർ വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. 20,000 രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതായി പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ക്ഷേമനിധിയുടെ പൈസ പേ ചെയ്തതിൻ്റെ കുറേ ബില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ഓയിലും പണിയൊക്കെ ചെയ്തതിൻ്റെ എഴുതി വെച്ചിരുന്ന പേപ്പർ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൊണ്ടുപോയി തിരിച്ച് ഒരു ഒന്നുമില്ലാതെ 3 ബുക്കും എടുത്തുകൊണ്ട് പോയി. 2 ബുക്കും ഒരു പേഴ്സോ കൊണ്ടുപോയി. പിന്നെ ഞാൻ അപ്പം തന്നെ ഏത് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. ഇവിടെ വന്നവർ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അഞ്ചൽ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ജോബിൻ 2-വീലർ വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സ്ഥാപന ഉടമ ബാബുക്കുട്ടൻ രാവിലെ വർക്ക്ഷോപ്പിൽ നിന്നും മേശ പൂട്ടി ചായ കുടിക്കാനായി അടുത്ത കടയിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് മേശ കുത്തി തുറന്ന നിലയിൽ കണ്ടത്. മേശ പരിശോധിച്ചപ്പോൾ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഉടൻ തന്നെ ഏരൂർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് വണ്ടി റോഡിൽ നിന്ന് റിവേഴ്സ് ഇറങ്ങി വന്നു. കടയ്ക്കകത്തോട്ട് കയറി തിരിച്ച് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ചൊക്കെ വരുന്നപ്പോൾ ആളിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. CCTV നോക്കിയിട്ട് ക്ലിയർ ആയില്ല. പുള്ളി എന്നായിരിക്കും ഈ പൈസ കൊണ്ടുപോകാനെന്ന എൻ്റെ ഉറപ്പ്. കാരണം വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. നമ്മൾ CCTV കംപ്ലീറ്റ് പരിശോധിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എടുത്തുകൊണ്ട് പോയാൽ 100%. പക്ഷെ ആളെ തിരിച്ചറിഞ്ഞാൽ ആ ആള് തന്നായി.
പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവിനെക്കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു. മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംവാദം സംഘടിപ്പിച്ചു. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സംവാദത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംവാദം സംഘടിപ്പിച്ചത്. ആധിപത്യവും അടിമത്വവും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക തുടങ്ങിയ അവരുടെ രാഷ്ട്രീയ താല്പര്യം നടത്തുവാനാണ് അവർ ഭരണഘടനാദത്തമായി നമ്മുടെ അവകാശങ്ങൾ തകർത്ത് നിൽപ്പണമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന പല അവകാശങ്ങൾ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഭരണഘടനാദത്തമായ അവകാശങ്ങളെ അവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. നാം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേവലമായ മതത്തിലല്ല ജനാധിപത്യത്തെ നാം നോക്കിക്കാണുന്നത്, നാം ഉപയോഗിക്കുന്നത്. ഈ ജനാധിപത്യത്തെ നമുക്ക് അർത്ഥപൂർണ്ണമാക്കണമെങ്കിൽ വലിയ സമരങ്ങൾ നടത്തിയതുകൊണ്ട് ആ സമരങ്ങൾ നടക്കുന്ന ഇടം കേരളമാണ്. കാരണം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നമുക്ക് ജനങ്ങളെ കൂട്ടിയിട്ടതുണ്ട്, അണിനിരത്തേണ്ടതുണ്ട്. കാരണം RSS വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് പുനർനിർമ്മിക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തോടുകൂടി ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതുണ്ട്. ലൈഫ് ഈസ് റൈറ്റ് എന്ന പേരിൽ കരുനാഗപ്പള്ളിയിലാണ് സംവാദം സംഘടിപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. LDF നേതാക്കളായ സൂസൻ കോടി, RS അനിൽ, A അനിരുദ്ധൻ, ജഗജ്ജീവൻ ലാലി, ദീപാചന്ദ്രൻ, അഡ്വക്കേറ്റ് KP സജിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് KSRTC ബസ് യാത്രികർ. പുനലൂർ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷന്റെ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നാണ് KSRTC ബസ് തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ 9-ന് പുനലൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷന്റെ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന നേരെ വന്നത്. ദൂരെ വെച്ച് തന്നെ പാതയിലൂടെ നടന്നു വരുന്ന കാട്ടാനയെ കണ്ട് ഡ്രൈവർ ബിജു ബസ് നിർത്തിയിട്ടു. എന്നാൽ ആന ഏറെ നേരം പാതയിൽ തുടർന്ന ശേഷം ബസിന് നേരെ നടക്കുകയും പെട്ടെന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുമ്പിക്കൈ ഉയർത്തിയതിനൊപ്പം കൊമ്പുകൊണ്ട് കുത്താനും ശ്രമിച്ചു. ബസ് ജീവനക്കാരും യാത്രക്കാരും ഒച്ചവെച്ചതോടെ ബസിന്റെ ഒരു വശത്തുകൂടി ഒഴിഞ്ഞുമാറി ആന കാട്ടിലേക്ക് പോയി. തിങ്കളാഴ്ചയായതിനാൽ സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ബസ്സിലുണ്ടായിരുന്നു. കാട്ടാന മുഖാമുഖം എത്തിയതോടെ യാത്രക്കാർ ഭയന്നു വിറച്ചു. ആന നടന്നകന്നതോടെയാണ് ഭീതി ഒഴിവായത്. ഈ സമയം ഒട്ടേറെ ബൈക്ക് യാത്രികരും മറ്റു വാഹനയാത്രക്കാരും പാതയിൽ ഉണ്ടായിരുന്നതായി കണ്ടക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായും യാത്രക്കാർ പറയുന്നു. വളയം ഒരു കാവ് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേന് ആന റോഡിൽ നടക്കൂടെ വരുന്നു. നമ്മൾ കുറച്ചു നേരം റിവേഴ്സ് എടുത്ത് മാറ്റി സൈഡിലേക്ക് നിർത്തി. എന്നിട്ട് ആന മുന്നോട്ട് പോകുന്നുണ്ട്. പെട്ടെന്നൊരു പായക്കം പാകി. പക്ഷെ പായത്തിന് തൊട്ട് മുന്നേ വരെ ഇവിടം വരെ ഒന്ന് കൊമ്പ് ഗ്ലാസ്സിലൊക്കെ കൊമ്പ് അടുപ്പിച്ച് നിന്നു. പിന്നെ വണ്ടിക്കെതിരുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ ആക്കിയപ്പോഴത്തേന് ആന സൈഡിൽ കൂടെ പിന്നെ കുറച്ചു നേരം മാറി നിന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ പോവുകയായിരുന്നു. മുമ്പ് ആന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 2-3 കൊല്ലത്തിന് ഒരു അരമണിക്കൂർ എന്നെ തടഞ്ഞിട്ടുള്ളതാണ് കോളപ്പാലത്തിന്റെ അവിടെ. സാമീപ്യം ഉണ്ടെങ്കിൽ ഇത്രയും വളരെ ഭീകരമായ ഒരു ആനയായിട്ട് വളരെ മുഖാമുഖം നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആന വന്ന് നമുക്ക് കൊമ്പ് കോർക്കുന്ന രീതിയിലേക്കായിരുന്നു അതിന്റെ പ്രവർത്തനം. നമ്മൾ വിചാരിച്ച മിക്കവാറും ബസ് അടിച്ച് മറിക്കുന്ന ലക്ഷണം തന്നെ ഗ്ലാസ് പൊട്ടുന്നുള്ള ഉറപ്പ് ഷുവർട്ടി ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ഭയപ്പാടി ഇരിക്കുകയായിരുന്നു. നമ്മൾ കുറേ ദൂരം ആന വരുന്നതുകൊണ്ട് പിന്തിരിഞ്ഞ് പുറകോട്ട് റിവേഴ്സ് കൊടുത്തെങ്കിലും ആന ഒഴിഞ്ഞു മാറുന്ന ലക്ഷണത്തേക്ക് വന്നില്ല. ആന നേരിട്ടൊരു ആക്രമണത്തിന് തന്നെ മുതിർന്നു വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല പരപ്പ ഡാം തുറന്നു. ജാഗ്രത നിർദ്ദേശം നൽകി അധികൃതർ. സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വേനൽ കടുത്തതോടെയാണ് തെന്മല പരപ്പാർ ഡാം തുറന്നത്. കാർഷിക വിളകൾ നശിക്കുകയും കിണറുകൾ വറ്റി ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലുമാണ്
ഡാം തുറന്നുവിട്ടത്. ഡാം തുറന്നതോടെ പ്രധാന കനാൽ, ഡബ് കനാൽ, മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഇതോടെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നീന്തൽ വശമില്ലാത്ത കുട്ടികൾ ജലാശയങ്ങളിൽ കുളിക്കുവാനും വിനോദത്തിനുമായി എത്തുന്നത് പതിവാണ്. കനാലിലെ ഒഴുക്കിൽ കുളിക്കാനിറങ്ങുന്നത് അപകട സാധ്യത ഉണ്ടെന്നിരിക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലം പ്രസ് ക്ലബ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മസ്റ്ററിംഗ് എല്ലാ അംഗീകൃത ഓൺലൈൻ സെന്ററുകൾക്കും അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. IDPWA 4ാമത് ജില്ലാ സമ്മേളനം കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലാ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയ സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മസ്റ്ററിംഗ് പോലുള്ള സർക്കാർ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല ജനസേവന കേന്ദ്രങ്ങൾക്കും ഓൺലൈൻ സെന്ററുകൾക്കും അനുവദിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ആവശ്യങ്ങൾ ആരും പരിഹരിക്കാതെ വരുമ്പോഴാണല്ലോ നിങ്ങൾ ഏതിനെ കുറിച്ച് ഓർത്തത്, ഒരു സംഘടനയെ കുറിച്ച് ഓർത്തുപോയത്. തനിയെ 1-2 ആളുകൾ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു വന്നപ്പോഴാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഏതാണ്ടോ 1-2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ആവശ്യമായി ഞാനിവിടെ കേട്ടത്. അതായത് അക്ഷയ സെന്റർ നമ്മൾ എന്തിനാണ് കൊണ്ടുവന്നത്? വില്ലേജ് ഓഫീസുകളിൽ ഞാൻ തന്നെ ഒരു കൗൺസിലർ ആയിരുന്ന 2010 എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വില്ലേജ് ഓഫീസറും ജനങ്ങളുമായിട്ട് ഇടികൂടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും കല്ലെടുത്തെറിയുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടെ ഇതൊന്ന് നടക്കുമെന്ന് വിചാരിച്ചത്. അക്ഷയയിലോ ഇപ്പൊ പറയേണ്ടതുമില്ല. ഒരുപാട് ക്യൂ നിന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ആളുകൾ. IDPWA സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മസ്റ്ററിംഗ് എല്ലാ അംഗീകൃത കേന്ദ്രങ്ങളിലും സർക്കാർ അനുവദിക്കാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് മൈബ്രദർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഹരി അമ്മൂസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുനിൽ ജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ബിനേഷ് കുമാർ കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി ആഷ്ലി റാം, സംസ്ഥാന വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷൈമ ചാത്തന്നൂർ, സംസ്ഥാന സമിതി അംഗങ്ങളായ രഞ്ജീവ് ശേഖർ, അനുചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, രാഗം രാജേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ ലാലാജി, അജിത്ത് എന്നിവർ പങ്കെടുത്തു. പുതിയ ജില്ലാ പ്രസിഡന്റായി ബിനേഷ് കുമാറിനെയും ജില്ലാ സെക്രട്ടറിയായി ഹരി അമ്മൂസിനെയും ജില്ലാ ട്രഷററായി വിനോദ് കുമാറിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 3ാം തുടർഭരണം ഉണ്ടാകുമെന്നും BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊല്ലം പ്രസ് ക്ലബിൽ വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3ാം തുടർഭരണമുണ്ടാകുമെന്നും ആര് വോട്ട് ചെയ്താലും വേണ്ട എന്ന് പറയില്ല എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. BJPയെയും RSSനെയും അകറ്റി നിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയും RSSും അഴിച്ചുവിട്ട ആക്രമണങ്ങളെ മറച്ചുവെക്കാൻ വേണ്ടി ഈ ബിഷപ്പ്മാരുടെ വരവിനെ നല്ലവണ്ണം ലോകത്തെല്ലാം RSS കൊണ്ടായി. അത് മനഃപൂർവ്വം ചെയ്തൊരു നാടകമായിരുന്നു. ബൈബിൾ പറയുന്നുണ്ട്, നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അത് മറന്നുകൊണ്ട് ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ട ചില ബിഷപ്പുമാർ, എല്ലാവരുമല്ല, ചിലർ നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചു. അവർക്കടക്കം ഇപ്പോൾ ബോധ്യമായി. പ്രസ് ക്ലബ് ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മെഴുകുതിരി തെളിച്ച് ഉപരോധം. പേരയം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളാണ് മെഴുകുതിരി തെളിച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടം ഉപരോധിച്ചത്. തെരുവിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താൻ വൈകിയതിലും അറ്റകുറ്റപ്പണിയിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതായും ആരോപിച്ചായിരുന്നു ഉപരോധം. വിവേചനം ഇത് വിവേചനം.
തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിൽ പക്ഷാപാതം കാട്ടുന്നവരെ നാണക്കേട് മാനക്കേട് ഭരണക്കാരെ നാണക്കേട് പേരയത്തിൻ ഗതികേട് യുഡിഎഫിൻ ഭരണത്തിൽ വെളിച്ചമുള്ള പേരയം തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താൻ വൈകിയതിലും ആരംഭിച്ച അറ്റകുറ്റപ്പണിയിൽ രാഷ്ട്രീയ വിവേചനം കാട്ടുന്നതായും ആരോപിച്ചാണ് പേരയം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസ് കവാടം ഉപരോധിച്ചത്. ഡിസംബർ മാസത്തിൽ ചെയ്യേണ്ട അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ആരംഭിച്ചത്. LDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രമാണ് തെരുവ് വിളക്കുകൾ നന്നാക്കുന്നതെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ആരാധനാലയങ്ങളിൽ പോലും ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പഞ്ചായത്തിന് മൊത്തത്തിൽ അത് ബാധിക്കുന്നു. പക്ഷേ വർഷങ്ങളായിട്ട് ഈ നിശ്ചിതവാരമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പള്ളികളും പള്ളിയുടെ പരിസരത്തും ഉള്ള റോഡുകളും ഒക്കെ വൃത്തിയാക്കി തെരുവിളക്ക് ഇടുകയൊക്കെ ചെയ്ത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ ചെയ്തു വന്ന കാര്യമാണ്. അതിനെല്ലാം രാഷ്ട്രീയ വിവേചനത്തോടുകൂടി ചെയ്യുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ വാർഡ് 1-ാം വാർഡും എൻ്റെ 16-ാം വാർഡും എന്നൊക്കെ പറയുന്നത് ഉൾനാടൻ തീരദേശം ഏറ്റവും കൂടുതലുള്ള കായലോര പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള 2 ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒരുപാട് പോയി കിടക്കുക. അപ്പോൾ അതൊക്കെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യകത പലപ്പോഴായിട്ട് ഈ ഇത് മെയിൻ്റനൻസ് ആരംഭിച്ച സമയത്ത് പറഞ്ഞതാണ്. ആവശ്യപ്പെട്ടിട്ട് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയായി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈസ്റ്റർ എന്ന് പറയുന്ന ആ കർമ്മങ്ങൾക്ക് തുടക്കമാകാൻ പെസഹാവ്യാഴത്തിനെത്തിയിട്ട്. അപ്പോൾ അത് പരിഗണിച്ചില്ല. ഒരു ഇത്രയും ഏറെ ക്രൈസ്തവർ വസിക്കുന്ന ഒരു ഏരിയ, തീരദേശ ഏരിയയെ അത് അംഗീകരിച്ചില്ല, പരിഗണിച്ചില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അത് സാറിനെ ഈ അവസരത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈ ആഴ്ച മുതൽ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ കുർബാന ഉൾപ്പെടെ രാത്രികാലങ്ങളിലെ ചടങ്ങുകൾ നടക്കുന്നതിനാൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ യാത്രാ ദുരിതത്തിന് കാരണമാകുന്നു. UDF ഭരണസമിതിയുടെ കാലത്ത് രാഷ്ട്രീയ വിവേചനമില്ലാതെ 1-ാം വാർഡിൽ നിന്ന് ആരംഭിച്ച് 14-ാം വാർഡിൽ അവസാനിക്കുന്ന തരത്തിൽ സംഖ്യാക്രമത്തിലാണ് പണികൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ LDF അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രം പണി ചെയ്യുന്നതിനെക്കുറിച്ച് കരാറുകാരനോട് കോൺഗ്രസ് അംഗങ്ങൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന വാർഡുകളിൽ മാത്രം പണി ചെയ്താൽ മതിയെന്ന് നിർദ്ദേശം ലഭിച്ചതായി. ഇതിനെതിരെയാണ് കോൺഗ്രസ് അംഗങ്ങൾ സമരം സംഘടിപ്പിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനോട് വിഷയം സംസാരിക്കുകയും 2 ദിവസത്തിനകം ബാക്കിയുള്ള വാർഡുകളിൽ കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് പണികൾ പൂർത്തീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി ലോറൻസ്, ലതാ ബിജു, പ്രീത അനിൽ, ഹണിജ മോൾ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ്. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിൽ. പത്തനാപുരത്ത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ്. ലഹരി വിൽപ്പന തടയൽ കേസ്. ഒരാളെ കരുതൽ തടങ്കലിലാക്കി. കൊല്ലം വടക്കേവിള കുന്തലത്താഴം സ്വദേശി ശരത് മോഹനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.